പ്രിയമുള്ളവരെ, നയനം ഭാഗം 53 സ്വാഗതം. വേഗം വിട്ടോ, അവൾ ആ സീറ്റിലേക്ക് ചാരും മുമ്പേ പറഞ്ഞു. എന്താടോ, പിറകിൽ പട്ടി കൂടിയോ? അവൻ കാർ സ്റ്റാർട്ട് ചെയ്യുന്നേരം ചിരിയോടെ ചോദിച്ചു. അയ്യോ, അതൊന്നുമല്ല, അമ്മച്ചിയുടെ സുഹൃത്ത് വലയങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട്. ഏതോ പാവങ്ങളുടെ പച്ചമാംസമായിരിക്കും ചർച്ചാ വിഷയം. കെട്ടിന് മുമ്പേ ചെറുക്കൻ്റെ കൂടെ പെണ്ണ് പോയെന്നറിഞ്ഞാൽ പിന്നെ അത് മതി അവർക്കൊരു മാംസകഷ്ണമാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ ഒരു താളത്തിൽ അങ്ങനെ തലകുലുക്കി പറഞ്ഞു. എൻ്റെ അമ്മോ, എൻ്റെ നെഞ്ച്! അർജുൻ നെഞ്ചിൽ അമർത്തിപ്പിടിച്ച് കരയും പോലെ കാണിച്ചു. എന്താ? സീറ്റിൽ ചാരാൻ ഒരുങ്ങിയവൾ ചാടി നിവർന്നിരുന്നു. അവൻ്റെ നെഞ്ചിൽ തടവി. ഭീതി മൂലം അവളുടെ നെഞ്ചും വേദനിക്കുന്നുണ്ട്. ഇത്രയും നിഷ്കളങ്കയും കന്യകയുമായ ഒരു പാവം പെൺകുട്ടിയെ അവർ തെറ്റിദ്ധരിച്ചേനെ എന്നോർത്ത് എൻ്റെ നെഞ്ച് തകർന്നു. അവൻ അവളുടെ കൈ പിടിച്ചെടുത്ത് ചുംബിച്ചുകൊണ്ട് ആ കൈകൊണ്ട് തന്നെ അവൻ്റെ നെഞ്ച് തടവിച്ചു. അവൻ കളിയാക്കിയത് എന്നറിഞ്ഞപ്പോൾ അവൻ്റെ നെഞ്ചിൽ അവളൊരു കുത്തു കൊടുത്തു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. യാത്ര തുടങ്ങി ഏറെ നേരമായിട്ടും മുഖം വീർപ്പിച്ചിരിക്കുന്നവളോടായി അവൻ പറഞ്ഞു. പക്ഷെ പറയുന്നേരം തിരിഞ്ഞു നോക്കിയില്ല. ശ്രദ്ധ ഇപ്പോഴും ഡ്രൈവിങ്ങിലാണ്. നിന്നെ കളങ്കപ്പെടുത്തിയത് ഞാനല്ലേ, നിന്റെ ഭർത്താവ്. അവൻ കാർ നിർത്തി അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. അവൾ അവനെ തള്ളി മാറ്റി തിരിഞ്ഞിരുന്നു. എടാ, ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന് നമ്മുടെ ഈ അസുലഭ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കല്യാണത്തിന് മുമ്പുള്ള ഓരോ നിമിഷവും എൻജോയ് ചെയ്യണമെന്നാ. അതൊരു സുഖമുള്ള ഏർപ്പാടാ. നീ അത് കുളമാക്കി തരുമോ? അർജുൻ അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തി പിറകിലൂടെ ദേഹം പുണർന്നു. വിടങ്ങോട്ട്. ഇതിനു മുമ്പും അസുലഭ നിമിഷങ്ങൾ ആസ്വദിച്ചില്ലേ? അത് മതി. നയനക്ക് സങ്കടം കൊണ്ട് കണ്ണുകൾ എരിഞ്ഞു. തിരുത്താൻ കഴിയാത്ത വലിയൊരു തെറ്റാണ് അന്ന് അവളിൽ സംഭവിച്ചത്. പ്രലോഭനങ്ങളിൽ വഴങ്ങിയല്ല, മറിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ തീർക്കാനാണ്. വരും വരായികയൊന്നും ചിന്തിക്കാതെ നയന അന്ന് അങ്ങനൊരു തീരുമാനത്തിലെത്തിച്ചേർന്നത്. ആ വലിയ തെറ്റ് ജീവിതാവസാനം വരെ തന്നെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. വേദനിപ്പിച്ചവൻ്റെ വാക്കുകൾ വീണ്ടും മുറിവേൽപ്പിക്കുമ്പോൾ ഉണങ്ങിത്തുടങ്ങിയ ഹൃദയം വീണ്ടും ചോരയൊലിപ്പിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ താൻ ഇനിയും അത്തരം വേദനകൾ അനുഭവിക്കേണ്ടി വരുമോ? ഓർക്കും തോറും നയനയുടെ മനസ്സ് സമ്മർദ്ദത്തിലായി. അവൾക്കൊന്ന് ആർത്തു കരയാൻ തോന്നി. സോറി, അവൻ ആ കാതിൽ കവിൾ ചേർത്തുകൊണ്ട് പതുക്കെ പറഞ്ഞു. കരയില്ലടി പെണ്ണെ, നീ തെറ്റുകാരിയാവുന്നതിൽ 10 മടങ്ങ് തെറ്റുകാരൻ ഞാനല്ലേ. ദൈവങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഒന്നാകുന്ന നിമിഷം ആ തെറ്റുകൾ നമ്മളിൽ അലിഞ്ഞു ചേർന്ന് ഇല്ലാതാവട്ടെ. ജീവിതം എന്നെ പഠിപ്പിച്ച തെറ്റുകളിൽ നിന്ന് ഒരു ശരി തിരഞ്ഞെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇനി ഈ ശരി ജീവിതാവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാകും. അവളുടെ മുടിയൊന്ന് വകഞ്ഞു മാറ്റി ആ കണ്ണീർ തുടച്ചപ്പോൾ ആ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷെ ആ കണ്ണീർ സന്തോഷത്തിൻ്റേതായിരുന്നു. അവരാ പോക്ക് പോയത് പാർക്കിലേക്കായിരുന്നു. അവിടെ ചുറ്റിക്കറങ്ങി പിന്നെ മാളിൽ പോയി കുഞ്ഞുമോൾക്ക് നിറയെ ചോക്ലേറ്റ് വാങ്ങി ഇറങ്ങുന്നേരം അപ്പച്ചൻ്റെ കോളും വന്നു. അർജുനാണ് ഫോൺ എടുത്ത് സംസാരിച്ചത്. നയനക്ക് അപ്പോഴേ തുടങ്ങി വിറയൽ. സമ്മതം ചോദിച്ചു വന്നതാണെങ്കിലും സമയം ഒത്തിരിയായില്ലേ, അതിൻ്റെയാ. ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാമെന്ന് പറഞ്ഞു അർജുൻ വേഗം ഫോൺ വെച്ചു. എനിക്ക് നിധാമയെയും അങ്കിളിനെയും കാണണം അർജുനേട്ടാ. പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയിരുന്നു. കാറിൽ കയറുമ്പോഴേ അവരെ കാണാൻ പോകാമെന്ന് അവനോട് പറയാൻ വെച്ചതാ. പിന്നെ അതിനുശേഷം നടന്ന പിണക്കവും ഇണക്കവും കഴിഞ്ഞപ്പോൾ അവൾ അതങ്ങോട്ട് മറന്നും പോയി. നിധാമയെയും അങ്കിളിനെയൊക്കെ നിനക്ക് കണ്ണ് നിറച്ച് നാളെ കാണാം. ഞങ്ങൾ രാവിലെ വരും, റെഡിയായി നിന്നോണം. അവൻ തുറന്നു കൊടുത്ത ഡോർ വഴി സീറ്റിലേക്ക് അവളെ ഇരുത്തിക്കൊണ്ട് അർജുൻ പറഞ്ഞു. നാളെ എന്താ? അവൾ മിഴിച്ചു അവനെ നോക്കി. കുറച്ച് പർച്ചേസ് ബാക്കിയുണ്ട്. പിന്നെ എൻ്റെ പെണ്ണിനെ മന്ത്രക്കോടി വാങ്ങാനുണ്ടല്ലോ. അവൻ ആ ഡോർ അടച്ചു ബോണറ്റിൻ്റെ മുൻപിലൂടെ കറങ്ങി വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരിക്കുന്നത് വരെ അവൾ ഇമ വെട്ടാതെ നോക്കിയിരുന്നു. മനസ്സിൽ വാക്കുകൾക്ക് അതീതമായി ഒരു സന്തോഷം നിറഞ്ഞാടി. നിത കുളിച്ചൊരുങ്ങി ആ വീൽ ചെയറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരെ ഇമ്മണിയായി. എടാ കല്യാണച്ചക്ക, പോത്തു പോലെ കിടന്നുറങ്ങാതെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറടാ. ഷർട്ട് അയൺ ചെയ്യുന്ന കൂടെ സോഫയിൽ പുതച്ചു മൂടി ഉറങ്ങുന്നവനെ നോക്കി പറയുന്നുണ്ട് മോഹൻ. നിത ഫോണിൽ നോക്കിയിരിപ്പാണെങ്കിലും ഇടക്ക് നോട്ടം അവനിലേക്കാണ്. ദേഷ്യം കൊണ്ട് അവർക്ക് ഒന്നും മിണ്ടാനേ തോന്നുന്നില്ല. ഇവൻ്റെ വാക്കും കേട്ട് ഇവനെ കെട്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നമ്മളെ വേണം പറയാൻ. ഒരു മംഗളകാര്യം നടത്തേണ്ടവനാണ് ഒന്നും അറിയാത്ത പോലെ ഉറങ്ങാൻ എങ്ങനെ കഴിയുന്നു?
എടാ അർജുന, എഴുന്നേക്കടാ. ആ കുട്ടിയെയും കൂട്ടി ഷോപ്പിങ്ങിന് പോകണ്ടേ? സമയം ഇനിയില്ല. നാളെ ഈ നേരം പള്ളിയിൽ മിന്നിക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. മോഹൻ വന്നവനെ പിടിച്ചു കുലുക്കി. മുഖം ഒന്ന് അമർത്തി തുടച്ചു. പതിയെ കണ്ണുകൾ തുടച്ചവൻ എഴുന്നേറ്റിരുന്നു. നോക്ക്, നിത എപ്പോഴോ റെഡിയായി. ചെയ്യാനുള്ളതൊക്കെ സമയത്തിന് ചെയ്തില്ലെങ്കിൽ ആകെ കുഴയും. പറഞ്ഞില്ലെന്ന് വേണ്ട, എല്ലാം നിനക്ക് കുട്ടിക്കളിയാണ്. പിന്നെ അങ്ങോട്ടൊരു ശകാര വർഷമായിരുന്നു. എന്താണെന്ന് അറിയില്ല നിതാമ, എനിക്ക് ഇന്നലെ ഉറക്കം വന്നില്ല. എന്തോ ഒരാദ്യ മനസ്സിൽ ഇങ്ങനെ പെടയുക. പേടിയാവുന്നു എനിക്ക്. അവളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ലേ? ഞാൻ കാരണം എന്തെങ്കിലും ദുഃഖം അവൾക്കുണ്ടാകുമോ? അവൾ കരയുമോ? അർജുൻ പുതപ്പ് മാറ്റിയിട്ട് നിധയുടെ അരികിലേക്ക് ചെന്നിരുന്നു. ആ കൈകൾ കവർന്നുകൊണ്ട് ചോദിച്ചു, നിനക്ക് ആദിയോ? ഒറ്റയ്ക്ക് പൊരുതി വന്നവനല്ലടാ നീ. പിന്നെ സംരക്ഷിക്കുന്ന കാര്യം, തൽക്കാലം ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള കെൽപ്പൊക്കെ നിന്റെ ഈ ദേഹത്തിനും മനസ്സിനുമുണ്ട്. പൊട്ടത്തരം ചിന്തിച്ചു കൂട്ടാതെ പോയി ഡ്രസ്സ് മാറൂ അർജുന. നിത അവൻ്റെ കവളിൽ തട്ടി പറഞ്ഞതും അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഒരു 10 മിനിറ്റ് കൊണ്ട് അവർ ആ ഹോട്ടലിൽ നിന്നിറങ്ങി തായ് റെസ്റ്റോറൻറ്റിൽ കയറി പ്രാതൽ കഴിച്ചു. കാറിൻ്റെ അരികിലെത്തിയതും അർജുൻ നിതയെ എടുത്തു പിൻസീറ്റിലിരുത്തി. പിന്നെ വീൽചെയർ കാറിൻ്റെ ഡിക്കിയിലേക്ക് പൊക്കി വെച്ചു. മോഹൻ കാർ ഡ്രൈവ് ചെയ്യാൻ സീറ്റിലിരുന്നതും നിത അവനെ എടുത്തോളുമെന്ന് പറഞ്ഞു. ഡയനയുടെ വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് തുറന്ന് നേരെ വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അർജുൻ കാർ മുറ്റത്തേക്ക് ഇറക്കി. കോശിയും ത്രേസ്യയും നിറഞ്ഞ പുഞ്ചിരി തൂകി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. വരൂ, കഴിച്ചിട്ട് പോകാം. ത്രേസ്യ കാറിലിരിക്കുന്ന നിധയുടെ ഭാഗത്തേക്ക് ചെന്ന് അവരെ ക്ഷണിച്ചു. എല്ലാം നാളെയാകാം, ഇപ്പോൾ സമയമില്ലല്ലോ. മോളെവിടെ? ത്രേസ്യയുടെ കൈകളിൽ സ്പർശിച്ചുകൊണ്ട് നിത ചോദിച്ചതും ചുവന്ന ചുരിദാർ ധരിച്ചുകൊണ്ട് നയന അകത്ത് നിന്ന് ഇറങ്ങി വന്നു. അർജുൻ്റെ കാർ ചെന്ന് നിന്നത് ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മുന്നിലായിരുന്നു. പ്രവേശന കവാടത്തിലെ പടിക്കെട്ടുകൾ കണ്ടപ്പോൾ വീൽചെയർ എങ്ങനെ അകത്തേക്ക് കയറ്റുമെന്ന് അവൻ സെക്യൂരിറ്റിയോട് തിരക്കി. സെക്യൂരിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് അർജുൻ കാർ നേരെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് മാറ്റി. അതിൽ നിന്നും ലിഫ്റ്റ് മാർഗം അവർ എളുപ്പത്തിൽ ഷോപ്പിനകത്തെത്തി. നയന നിധയുടെ വീൽചെയറിന് പിറകിൽ തന്നെയുണ്ട്. സാരി സെക്ഷൻ എത്തിയപ്പോൾ അർജുനും മോഹനും അങ്ങോട്ട് വരുന്നത് വരെ അവർ കാത്തുനിന്നു. അവർ വന്നതും ആ സെക്ഷനിലെ പെൺകുട്ടി സാരികൾ ഓരോന്ന് നോക്കി മുമ്പിൽ വിരിച്ചു കൊടുത്തു. അതിലൊന്നും മറുപടി പറയാതെ നയന നിന്നു. സാരി നിധാമയുടെ ഇഷ്ടത്തിന് മതിയെന്ന് അവൾ ആദ്യമേ പറഞ്ഞതാ. ഒടുക്കം മെറ്റാലിക് മെറൂൺ നിറത്തിലുള്ള സാരി നിധ അതിൽ നിന്ന് സെലക്ട് ചെയ്തു. അവരുടെ അരികിൽ തന്നെ നിന്നിരുന്ന സ്റ്റാഫ് ആ സാരി എടുത്തു കൈത്തണ്ടയിൽ തൂക്കി അവളെ ഉടുപ്പിക്കുന്ന ഏരിയയിലേക്ക് അവരെ കൊണ്ടുപോയി. സാരിക്ക് മാച്ചായ ബ്ലൗസ് പീസ് ദേഹത്ത് ചേർത്ത് വെച്ചു. അവർ ആ സാരി നയനയെ ഉടുപ്പിക്കുന്നത് കാണാൻ അർജുനും നിധയും മോഹനും മുമ്പിൽ വന്നിരുന്നു. എത്ര ഭംഗിയായിട്ടാണ് ആ പെൺകുട്ടികൾ അവളെ ആ സാരി ധരിപ്പിച്ചത്. സാരി അയച്ചെടുത്ത് സ്റ്റാഫ്സ് പോയതും നിതാമയ്ക്ക് എന്തോ നോക്കിയെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് മോഹനും നിധയുടെ കൂടെ പോയി. എവിടെയായിരുന്നു ഇതൊക്കെ? കിട്ടിയ തക്കത്തിന് അർജുൻ അവളുടെ കാതിൽ കടിച്ചു. ഏതൊക്കെ? ഇക്കിളി പൂണ്ട് അവൾ മിഴികൾ ഉയർത്തി ചോദിച്ചു. ഈ സൗന്ദര്യമൊക്കെ? അർജുൻ അവളുടെ തോളിൽ കൈയിട്ടിറുക്കി നെഞ്ചോട് ചേർത്തു. ഈ വഷളം കണ്ണുകൊണ്ട് നോക്കിയാൽ കാണില്ല, അതാ. അവൾ മുഖമൊന്ന് കോട്ടി വയറിലേക്ക് കൈകൾ പിണച്ചു കെട്ടി. നിനക്കിപ്പോൾ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടല്ലോ. പഴയ പോലത്തെ ആ പേടിയൊന്നും കാണുന്നില്ല. ആ കുഴപ്പമില്ല, ഇന്നൊരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. അന്ന് സൂസൻ്റെ മാരേജിന് പോയ ദിവസം മിസ്സായത് പോലെ ഇനിയൊരു മിസ്സിങ്ങുമില്ല. ഒൺലി ഫൈറ്റിംഗ് എന്നും പറഞ്ഞവൻ വിരലുകൾക്കിടയിൽ വിരലുകൾ കോർത്തു. കൈപ്പത്തികൾ പുറത്തേക്ക് തള്ളി അവൻ ആഞ്ഞു വിടർത്തി. ടെക്സ്റ്റൈൽസിൽ നിന്നിറങ്ങി അവർ നേരെ ഒരു ഹോട്ടലിൽ കയറി. അർജുൻ നയനയുടെ പ്ലേറ്റിലേക്ക് കുറച്ചധികം ഭക്ഷണം വിളമ്പിയത് കണ്ടു. അവൾ അവനെ രൂക്ഷമായി നോക്കി. എനിക്ക് ഇത്രയൊന്നും വേണ്ട. അവൾ ആ പ്ലേറ്റിലുള്ളത് അർജുൻ്റെ പ്ലേറ്റിലേക്ക് ഇടാൻ ഒരു ശ്രമം തുടങ്ങി. പക്ഷേ അവൻ അത് തടഞ്ഞു. മുൻപിൽ സ്നേഹിച്ച് മത്സരിക്കുന്നവരെ നോട്ടം കൊണ്ടുപോലും ശല്യം ചെയ്യാതെ നിധയും മോഹനും ഭക്ഷണം കഴിച്ചു. കഴിക്കേണ്ട പെണ്ണേ, പഴയ ഉശിരിങ്ങ് വരട്ടെ. ആവശ്യമുണ്ടോടി പെണ്ണുമ്പിള്ളേ, അതാ പറയുന്നേ. അർജുൻ അവൻ്റെ കാൽവിരൽ കൊണ്ടവളുടെ പാദങ്ങൾ തഴുകി. നയന വെപ്രാളത്തോടെ ആദ്യം നോക്കിയത് മുൻപിലിരിക്കുന്ന നിധാമയെയും അങ്കിളിനെയുമാണ്. അവർ ഭക്ഷണം കഴിക്കുന്നതിലാണ് ശ്രദ്ധ. അർജുൻ പറഞ്ഞത് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി കേട്ടുവോ എന്നും അറിയില്ല. അർജുനേട്ടനൊന്നും മിണ്ടാതിരിക്കുമോ? എൻ്റെ തൊലി ഉരിയുന്നു. നയന വാ പൊത്തി പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം നിസ്സഹായയായി. ഇത് നല്ല കൂത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തതിനാ. മുൻപിലിരിക്കുന്നവർ കേൾക്കട്ടെ എന്ന് കരുതി അതവൻ അല്പം ശബ്ദത്തിലാണ് പറഞ്ഞത്. നിധ അപ്പോൾ കഴിക്കുന്നത് നിർത്തി തല ഉയർത്തി നോക്കി. നയന അവൻ്റെ കാലിൽ ചവിട്ടി കണ്ണുകൊണ്ട് അരുതെന്ന് കാണിച്ചു. കഴിച്ചിത്തിരി മെന വന്നോട്ടെ, ദേഹം ഒന്ന് വീർക്കട്ടെ. നാളെ കല്യാണ പെണ്ണായിട്ട്
നിൽക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അർജുൻ പരാതി പറഞ്ഞു. എടാ, ഇന്ന് കഴിച്ചത് നാളെ തന്നെ അങ്ങോട്ട് വീർപ്പിച്ചെടുക്കാൻ അത് റബ്ബറല്ല, മനുഷ്യ ശരീരമാ. മോഹൻ അവനെ കളിയാക്കി ഉറക്കെ ചിരിച്ചു. അത് നല്ലോണം ഇഷ്ടപ്പെട്ടതുകൊണ്ട് നയനയും മോഹന് കമ്പനി കൊടുത്ത് കൂടെ ചിരിച്ചു. നിനക്കുള്ളത് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അർജുൻ അവളെ തുറപ്പിച്ചു നോക്കി. മോൾക്ക് കഴിയുന്നത്ര കഴിച്ചോ. ആവശ്യത്തിനുള്ള തടിയൊക്കെ ഇപ്പോൾ ദേഹത്തിനുണ്ട്. അസുഖമൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി. നിത അനുനയത്തിൽ അങ്ങനെ പറഞ്ഞു. ആ തർക്കം ഒഴിവാക്കി. അർജുനേട്ടനെ നാളെ ഇടാനുള്ള ഡ്രസ്സ് എവിടെ? ഹോട്ടലിൽ നിന്നിറങ്ങി നടന്നവനെ തണുപ്പിക്കാൻ അവൾ ഒരു ശ്രമം നടത്തി. അത്രക്കുണ്ട് ആ മുഖത്തെ വീക്കം. അവൻ്റെ കമ്പനി തന്നെ ഡിസൈൻ ചെയ്ത ഗ്രൂം ഡ്രസ്സ് അവർ താമസിക്കുന്ന ഹോട്ടലിൽ ഭദ്രമായി വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഓ, ഇപ്പോഴെങ്കിലും മഹാറാണി അതേക്കുറിച്ചൊന്ന് ചോദിച്ചല്ലോ. അടിയൻ വല്ല കോണകവും ചുറ്റി വരാം. അവൻ കൈകൂപ്പി അവളെ തൊഴുതു കാറിൽ കയറിയിരുന്നു. അവനെ ആ വേഷത്തിൽ ഓർത്ത് നയനയ്ക്ക് ചിരി വന്നെങ്കിലും പിടിച്ചു നിന്നു. വൈകുന്നേരം അവർ നയനയുടെ വീട് എത്തിയപ്പോഴേക്കും അവിടെയൊന്നാകെ കല്യാണ വീടിൻ്റെ പ്രതീതി ഉയർന്നിട്ടുണ്ട്. ഓടിച്ചെന്നിട്ട് അവർ താമസിക്കുന്ന ഹോട്ടലിൽ പ്രത്യേകിച്ച് ആഘോഷങ്ങളും ഒന്നുമില്ലാത്തതുകൊണ്ട് അർജുനും നിതയും മോഹനും അവരുടെ സന്തോഷത്തിൽ പങ്കെടുത്തു. എല്ലാവരും കഴിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മുറ്റത്തിട്ട കുഞ്ഞു പന്തലിൽ കഴിക്കാനിരിക്കുന്നവർക്ക് നയന വിളമ്പാൻ കൂടി. അപ്പവും താറാവ് കറിയുമാണ് എല്ലാവർക്കും വിളമ്പുന്നത്. കൊച്ചേ, നീ ഇത് എന്നാ പരിപാടിയാണ് കാണിക്കുന്നേ? അവർക്കൊപ്പം ഇരിക്കേ. കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് ലിസി നയനയുടെ കയ്യിൽ നിന്ന് ആ കറി ബക്കറ്റ് വാങ്ങി. പ്രിയപ്പെട്ടവർക്കരികിൽ നയന ഇരുന്നു. ലിസി അപ്പോഴേ അവർക്കുള്ള ഭക്ഷണം വിളമ്പി. ഹോട്ടലിൽ നിന്ന് കഴിച്ചതൊന്നും ദഹിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവൾക്ക് ഒട്ടും വിശപ്പ് തോന്നിയില്ല. അല്ലാതെ കല്യാണ പെണ്ണാകാൻ പോകുന്ന അങ്കലാപ്പ് കൊണ്ടുള്ള വിശപ്പില്ലായ്മയൊന്നുമല്ല. തൻ്റെ വീട്ടുകാരെ പോലെ അവരൊക്കെ അവൾക്ക് സുപരിചിതരായി തീർന്നിരിക്കുന്നു. എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു അവർക്കൊപ്പം എഴുന്നേറ്റു. നാളെ കാണാമെന്ന് പറഞ്ഞു അവരൊക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞു ഇറങ്ങി. പുലർച്ചെ അമ്മച്ചി വിളിക്കുമ്പോഴാണ് നയന കണ്ണു തുറന്നത്. കിടന്നിട്ടും ഏറെ നേരം കഴിഞ്ഞാണ് ഉറക്കം വന്നതെന്ന് ഒരു ഓർമ്മയുണ്ട്. അലാറം അടിച്ചു. കല്യാണ പെണ്ണിന് എങ്ങനെ ആദ്യമൊന്നുമില്ലാതെ ഉറങ്ങാൻ കഴിയുന്നു? ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എങ്ങനെയോ നേരം വെളുപ്പിച്ചെടുത്തതാ. ത്രേസ്യ മൊബൈൽ ഫോണിൽ വെച്ച അലാറം ക്ലോക്കിലേക്ക് അന്തം വിട്ട് നോക്കുന്നവളോടായി പറഞ്ഞു. കുഞ്ഞുമോള് എവിടെ അമ്മച്ചി? നയന അരികിൽ കിടന്നവളെ കാണാനില്ലെന്ന് കണ്ടു ചോദിച്ചു. അവൾ കുളിമുറിയിലുണ്ട്. നീ പല്ല് തേച്ച് കുളിക്കുക, എന്നിട്ട് വല്ലതും കഴിക്കാം. അമ്മച്ചി പറയുന്നതിന് തലയാട്ടുന്നുണ്ടെങ്കിലും അവളുടെ നോട്ടം ഫോണിലാണ്. അർജുൻ്റെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. അത് തുറന്നു കാണാനുള്ള വ്യഗ്രതയാണ് മനസ്സിനിപ്പോൾ. എൻ്റെ പെണ്ണ് എന്നോ അർജുൻ്റെ സ്വന്തമാണ്. ഇന്നിതാ പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യത്തോടെ നിന്നെ ഞാൻ വീണ്ടും നെഞ്ചോട് ചേർക്കുന്നു. അർജുൻ്റെ താലിച്ചരടിൽ കോർത്ത നിൻ്റെ ജീവിതം തുടങ്ങാൻ നീ റെഡിയല്ലേ? അവന് മറുപടിയായി റെഡി എന്ന് ടെക്സ്റ്റ് ചെയ്തു വിടുമ്പോൾ അവനെ ചുംബിക്കുവാൻ അവളുടെ അധരങ്ങൾ മോഹിച്ചു. തുടരും. ഇനി കല്യാണമാണ് കേട്ടോ അടുത്ത പാർട്ടിൽ വരുന്നേ. ഞാൻ റെഡി. നിങ്ങളോ?